എൻ്റെ പേര് മേരി പുഷ്പം എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. ഞാനിവിടെ 2019 ഉടമ്പടി എടുത്തതായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഡോക്ടറെയൊക്കെ കൊണ്ട് ചെന്ന് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു, ആദ്യം ഞങ്ങളും കരുതി കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഡോക്ടർ പറഞ്ഞു പ്രശ്നമുണ്ട്, ഇയാൾക്ക് ഒരു സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. കുറേ കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഇയാൾക്ക് 98% അമ്മയാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന്. വേണമെങ്കിൽ ഒരു സർജറി ചെയ്ത് നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലേ എന്നൊരു ഡൗട്ട് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ തളർന്നു പോയി. ഞങ്ങൾക്ക് ആകെ എന്ന് പറയുന്നത് സമ്പാദ്യം എന്നുള്ളത് ഈ മക്കൾ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മെയിനായൊരു ഇതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങളെ കിട്ടാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് IVF വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അതും 5% ഒക്കെ ചാൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ IVF ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല. ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇവിടെ കൃപാസന മാതാവിനെക്കുറിച്ച് എൻ്റെ ഒരു ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വരികയും ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. വന്ന് ഞാൻ 6 നിയോഗങ്ങൾ സമർപ്പിച്ച് എനിക്ക് 4 എണ്ണം നടന്നു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉടമ്പടി എടുത്ത് 2020 ആയപ്പോൾ തന്നെ ഡോക്ടർ എന്നെ കൈ ഒഴിഞ്ഞു. ഇനിയിപ്പോൾ ഇയാൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് അമ്മ മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ തന്നെ ഡോക്ടർ പറഞ്ഞു അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഇയാൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് വരാം, അപ്പോൾ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് വല്ല എടുക്കാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒത്തിരി കാശ് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒത്തിരി കാശ് തീർന്നു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടായിരുന്നു ഞാൻ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം 26-ാം തീയതി ഞാൻ നവംബർ 27-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അടുത്ത 1 മാസം കഴിഞ്ഞ് ഡിസംബർ 26-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതെന്ന് അറിയുന്നത്. സത്യം ആ നിമിഷം ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് തന്ന ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. ആ സമയം പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്തു. എനിക്ക് കൊറോണ ടൈമായ സമയം എനിക്കിവിടെ വരാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിനിടയ്ക്ക് ഞാൻ വന്നു. പക്ഷേ അതിനിടയിൽ ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് ദൈവമാതാവ് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ തന്നു. 2 ആൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഇളയാൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അത് കാരണമാണ് ഞാനിവിടെ വരാൻ ലേറ്റായത്. അതിന് അമ്മ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു വലിയ അനുഗ്രഹം ചെയ്ത് തന്ന അമ്മ മാതാവിന് കോടാനക്കോടി നന്ദി ഞാൻ പറയുവാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ചേച്ചി പുറത്തായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പലിശ കൊടുക്കാൻ തന്നെ അവളുടെ കാശ് തികയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ചേച്ചിക്ക് കടങ്ങൾ ഒത്തിരി 1/4 ഭാഗത്തോളം കടം തീർക്കാനായിട്ട് ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത് ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരി ചേച്ചിക്ക് ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചേച്ചിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുവാണ്. 4ാമത് ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് ഹസ്ബൻഡ് അനിയത്തി വിദേശത്തായിരുന്നു സ്റ്റഡിക്ക് പോയത്. അപ്പോൾ അവളുടെ ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകാൻ അവൾ ഭയങ്കര വിഷമമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ അവൾക്ക് വേണ്ടി ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫാമിലിയോടെ ഓസ്ട്രേലിയയാണ് അവർ നിൽക്കുന്നത്. PR കിട്ടിയിട്ടില്ല, പക്ഷേ ഇപ്പോഴവർ അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസം അമ്മ മാതാവ് അവർക്ക് PR റെഡിയാക്കി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതിനേക്കാളുപരി ഇനി പറയാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്രം വാങ്ങിക്കൊണ്ട് പോയി എന്നെ അറിയുന്നവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒത്തിരി ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ കൃപാസന മാതാവ്, ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു കൃപാസന മാതാവിൻ്റെ ഒരു ഉടമ്പടി ചേച്ചി വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറയില്ല, ചേച്ചി വന്ന് നോക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ചേച്ചിയുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഏറ്റവും ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. പ്രാർത്ഥനാ ലൈഫിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തേക്ക് ഞാൻ പ്രാർത്ഥന വലിയ കാര്യമായിട്ട് എടുക്കുക അങ്ങനെയില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കും. മുടങ്ങാതെ രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥനകൾ 7 മണിക്കുള്ള പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു.
ഉടമ്പടി വസ്തുക്കൾ ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥന സമയത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കായാലും കുഞ്ഞു പിള്ളേർക്കായാലും ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വയ്യായ്ക വരുവാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലം പൂശി നെറ്റി തടത്ത് കുരിശ് വരച്ചു കൊടുക്കുമായിരുന്നു. അത് സ്വന്തമായിട്ട് ഞാൻ തന്നെ എൻ്റെ ആ സമയത്തും വയറിലേക്ക് ഈ തൈലം പുരട്ടുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യമാണ്. അതിനെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളതും പിന്നീട് ഡോക്ടർമാർ 99% കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്നുള്ളൊരു ഇടത്തു നിന്നാണ് ഇവിടെ ഇപ്പോൾ ഒരു 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഒരു വന്ന് മാതാവിനെ കാണുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ അസാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നമ്മൾ സാധ്യമാക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സാധ്യമാക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ വളർച്ച തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആധ്യാത്മികമായിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമുണ്ടായെന്ന് നമ്മളിവിടെ എപ്പോഴും രേഖപ്പെടുത്താനായിട്ട് പറയും. ഇപ്പോൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഒരു പ്രാർത്ഥനയുടെ ജീവിത ശൈലിയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഈ ഒരു ജീവിത ശൈലിയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം അമ്മ മാതാവിൻ്റെ ഒരു വലിയൊരു സാമീപ്യം ഉടമ്പടി വസ്തുക്കൾ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് പറയുന്നിടത്ത് 2 ആൺകുഞ്ഞുങ്ങളുമായിട്ട് ഇന്നിവിടെ പരിശുദ്ധ അമ്മയുടെ നടയിലെത്തി അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ലൂക്കായുടെ 1:37 പറയുന്ന പോലെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന് പറയുന്നൊരു വചനം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കുന്ന വലിയൊരു രീതിയാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ അനുഭവം ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്നും ഒപ്പം ഒരുപാട് നന്മകൾ ചെയ്യുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഭവത്തിനും ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച കുഞ്ഞുങ്ങളെ പ്രതി ഈ കുഞ്ഞിനെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.